കൗണ്ട് ഡൗൺ റിഹേഴ്സൽ തുടങ്ങി പലവട്ടം മാറ്റിവച്ച ആ ദൗത്യം ഒടുവിൽ ലക്ഷ്യത്തിലെത്തി. ബഹിരാകാശ രംഗത്ത് പുത്തൻ നാഴികക്കല്ലായി അടയാളപ്പെടുത്താം 2024 മെയ് 30. സ്പേസ് സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നിബാൺ സോർട്ടഡ് 01 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന രണ്ടാമത്തെ വിക്ഷേപണം. ഒരു സ്റ്റേജ് മാത്രമുള്ള പരീക്ഷണ റോക്കറ്റ് സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ പരീക്ഷണം. 75 കിലോഗ്രാം ഭാരവും 6.2 മീറ്റർ നീളവുമുള്ള റോക്കറ്റ് വിക്ഷേപണ ശേഷം ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നിബാൺ സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. വിവിധ സാങ്കേതിക കാരണങ്ങളാൽ 3 മാസത്തിനിടെ 4 തവണയാണ് അഗ്നിബാൺ സോർട്ടഡ് റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത്. ശേഷം 5ാം വിക്ഷേപണ ശ്രമം വിജയം കാണുകയായിരുന്നു. ഈ ദൗത്യം 3 ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ നേടിയിട്ടുണ്ട്. 1. ഒരു സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ വിക്ഷേപണം. 2. രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് എഞ്ചിൻ പവർ റോക്കറ്റ്. 3. വിക്ഷേപണ വാഹനത്തിന് ഊർജം പകരാൻ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റ് എഞ്ചിന്റെ ഉപയോഗം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിലെ ധനുഷ് എന്ന് പേരിട്ടിരിക്കുന്ന സ്വകാര്യ ലോഞ്ച് പാഡിൽ നടത്തിയ വിക്ഷേപണം വിജയിച്ചതായി ISRO Xൽ അറിയിച്ചു. തുടർന്ന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്. ISRO ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ഒരു 2000 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആദ്യ ഇഗ്നിഷൻ ടെസ്റ്റ് മെയ് 2 നടത്തിയിരുന്നതുമാണ്. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനായ അഗ്നിലെറ്റ് എഞ്ചിന്റെ പരീക്ഷണമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. വാതക രൂപത്തിലും ദ്രവരൂപത്തിലുമുള്ള ഇന്ധനങ്ങളുടെ മിശ്രിതം, അതായത് സബ്കൂൾഡ് ലിക്വിഡ് ഓക്സിജൻ അടിസ്ഥാനമാക്കിയുള്ള സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സംവിധാനമാണ് റോക്കറ്റിലുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിക്ഷേപണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ സെമി ക്രയോജനിക് എഞ്ചിനുകൾക്കാകും. നിലവിലുള്ള ക്രയോജനിക് എഞ്ചിനുകളിൽ ദ്രവീകൃത ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഹൈഡ്രജനെ ദ്രവരൂപത്തിലാക്കണമെങ്കിൽ -254 ഡിഗ്രിയിൽ തണുപ്പിക്കണം. അതുപോലെ ഓക്സിജൻ -157 ഡിഗ്രിയിലും തണുപ്പിക്കണം. വലിയ ചെലവേറിയതും സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായതുമായ പ്രക്രിയയാണിത്. എന്നാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ച ടർബൈൻ ഓയിൽ ഇതുപയോഗിച്ചാണ് സെമി ക്രയോജനിക് എഞ്ചിനുകളുടെ പ്രവർത്തനം. കെറസനും മെഡിക്കൽ ഗ്രേഡ് ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്ന ഏവിയേഷൻ ടർബൈൻ ഇന്ധനമാണ് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സാരം. അഗ്നികുൽ കോസ്മോസ് ആണ് അഗ്നിബാൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മോൾ ലിഫ്റ്റ് ലോഞ്ച് സംവിധാനമാണ്. അതായത് നാസയുടെ വർഗീകരണം പ്രകാരം 2000 കിലോഗ്രാം അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പേലോഡുകൾ, അല്ലെങ്കിൽ റോസ് കോസ്മോസ് വർഗീകരണം പ്രകാരം 5000 കിലോഗ്രാമിൽ താഴെയുള്ള പേലോഡുകൾ ലോ എർത്ത് ഓർബിറ്റിൽ ഉയർത്താൻ പ്രാപ്തമായ ലോഞ്ച് വെഹിക്കിൾ, അതാണ് സ്മോൾ ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ. അഗ്നിബാണിന് 100 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ 700 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയും. 18 മീറ്റർ നീളമുള്ള റോക്കറ്റിന് 1.3 മീറ്റർ വ്യാസവും 14000 കിലോഗ്രാം ലിഫ്റ്റ് ഓഫ് മാസും ഉണ്ടാകും. അഗ്നിബാൺ റോക്കറ്റിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ട എഞ്ചിന് അഗ്നൈറ്റ് എന്നും 2ാം ഘട്ട എഞ്ചിനെ അഗ്നിലെറ്റ് എന്നും വിളിക്കുന്നു. ആദ്യഘട്ടത്തിൽ 7 അഗ്നിലെറ്റ് എഞ്ചിനുകളാണ് പ്രവർത്തിക്കുന്നത്. വാക്വം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി സമുദ്രനിരപ്പിന്റെ നോസിലിനേക്കാൾ വലിയ നോസിലുള്ള അതേ അഗ്നിലൈറ്റ് എഞ്ചിനാണ് 2ാം ഘട്ടത്തിന് ഊർജം നൽകുന്നത്. ചെന്നൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് 2017 എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും SPM മോയിനും ചേർന്നാണ് അഗ്നികുൽ കോസ്മോസിന് തുടക്കമിട്ടത്. 1963 തുമ്പ വിക്ഷേപണ നിലയത്തിൽ നിന്ന് ഇന്ത്യയുടെ കന്നി റോക്കറ്റ് വിക്ഷേപിച്ചതിനു ശേഷം ഇന്ന് അഗ്നികുൽ നേടിയത് ഒരു ചരിത്ര നാഴികക്കല്ലിൽ കുറവല്ലെന്ന് ഇന്ത്യൻ സ്പേസ് അസോസിയേഷനും പറയുന്നു. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ വ്യവസായത്തിലും ഭാവി ശ്രമങ്ങൾക്കുള്ള സാധ്യതയ്ക്ക് ആഗോള ആത്മവിശ്വാസം പകരുന്ന സംഭവമാണിത്. ഇനി സ്റ്റാർട്ടപ്പുകളുടെയും കാലമെന്ന് ഇന്ത്യക്ക് അഭിമാനത്തോടെ പറയാം.